ആദിവാസി യുവതിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മർദ്ദനമെന്ന പരാതി. ഇവരെ വല്ലാതെ ഉപദ്രവിച്ചു. എന്നോട് വെളിപ്പെടുത്തിയ നെട്ടിക്കുന്ന കാര്യങ്ങളാ. തലയിൽ കൂടി മദ്യമൊഴിച്ച് പിന്നെ നിലത്തിട്ട് ചവിട്ടി കാല് പിന്നെ ചവിട്ടി ഒടിച്ച്. ഈ വിഷയം ഉണ്ടായ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലും. അപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരോ പറഞ്ഞു വന്നു, നിങ്ങൾ മദ്യപിച്ചിട്ടാണ് വന്നത്, അവരകറ്റിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ പോലീസും മറ്റുള്ള ആളുകളും പറയുന്നത് ഇങ്ങനെ ഒരു വിഷയമുള്ളത് ഞങ്ങൾ പഞ്ചായത്ത് പറഞ്ഞ് തീർത്തു എന്നാണ്. നമസ്കാരം. കോഴിക്കോട് കുറ്റ്യാടിക്കടുത്ത് തൊട്ടിൽപ്പാലത്ത് ആദിവാസി യുവതിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മർദ്ദനമെന്ന പരാതി. കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശിയായ ജിഷ്മയ്ക്കാണ് ഇത്തരത്തിൽ നാട്ടുകാരിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നതായി പരാതി നൽകിയത്. ജിഷ്മയുടെ വീടിന് സമീപത്ത് തേങ്ങാ മോഷണം പോകുന്നത് പതിവായിരുന്നു. ഇത് തടയുന്നതിനു വേണ്ടി നാട്ടുകാർ ചേർന്ന് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായിരുന്നു. ഈ സമിതിയുടെ ഭാരവാഹികൾ ചേർന്നാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ജിഷ്മ പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീട് യുവതി ഈ വിവരങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കേലിനോട് പങ്കുവെക്കുമ്പോഴാണ് അദ്ദേഹം മുഖാന്തരമാണ് ഈ വാർത്ത പുറംലോകം അറിയുന്നത്. അതിനിടെ ഈ വാർത്ത പോലീസിൽ, അതായത് ഈ ഒരു പരാതി പോലീസിൽ എത്താതിരിക്കുന്നതിന് വേണ്ടി ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നതായി നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നതും തുടർന്ന് ഡിവൈഎസ്പി അന്വേഷണം ആരംഭിക്കുന്നതും കഴിഞ്ഞ ദിവസം ജിഷ്മയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നതും. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നൌഷാദ് തെക്കേൽ നമ്മളോട് വിവരിക്കുന്നു. ഈ കാവിലുംപാറ പഞ്ചായത്ത് കുറ്റ്യാടിക്ക് അപ്പുറത്ത് തൊട്ടിൽപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള കാവിലുംപാറയുള്ള ഒരു ആദിവാസി യുവതിയാണ് എന്നെ ഫോണിൽ വിളിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് കൊടുത്ത നമ്പറാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഒരു 10 ദിവസം മുമ്പേ ഒരു വിഷയവുമായിട്ട് തേങ്ങാ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും വീട്ടിൽ വന്നോ മറ്റോ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് ഇവർ അതൊന്ന് ചോദിക്കാൻ ചെന്നു. പിന്നെ ബന്ധുക്കളൊക്കെ ചോദിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി. അങ്ങനെ വിഷയമാണ്. അവിടെ എന്തോ ഒരു തേങ്ങയുടെ മോഷണ കേസ് അല്ലാതെ ഉണ്ട്, അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ചോദ്യം ചെയ്ത സമയത്ത് ഇവരെ വല്ലാതെ ഉപദ്രവിച്ചു. അവർ പിന്നീട് എന്നോട് വെളിപ്പെടുത്തിയ നെട്ടിക്കുന്ന കാര്യങ്ങളാ. തലയിൽ കൂടി മദ്യമൊഴിച്ച് നിലത്തിട്ട് ചവിട്ടി കാല് ചവിട്ടി ഒടിച്ച് അവരുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറി നഗ്നയാക്കി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളെടുത്തൊരു പരാതി വന്നാൽ നമ്മൾ എന്താ പറയുക, ഒരു സ്ത്രീയാണ്, ആദിവാസി യുവതിയാണ്, ആരും സഹായിക്കുന്നില്ല, നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അറിവനുസരിച്ചുള്ള പേപ്പറുകളോ മറ്റു രേഖകളോ ഒക്കെ പരിശോധിച്ച് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ മുമ്പിലേക്ക് ഈ വിഷയം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അവരോട് കോഴിക്കോടേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ കലക്ടർ എടുത്ത് പോയപ്പോൾ കലക്ടറുടെ മീറ്റിങ്ങിലാണ്, ഓൺലൈൻ മീറ്റിങ്ങിലാണ്, തിരക്കിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡെപ്യൂട്ടി കലക്ടറായിട്ടുള്ള ADM കണ്ടു. കുട്ടി സ്ത്രീയെയും കൊണ്ട് സംസാരിച്ചു കാര്യങ്ങൾ. അപ്പോൾ വളരെ അവരുടെ കാലിനൊക്കെ പരിക്കുണ്ട്, അവരെ മെഡിക്കൽ രേഖകളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ അവരെന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു. അവര് ഈ വിഷയം ഉണ്ടായ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലും. അപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരോ പറഞ്ഞു വരും, നിങ്ങൾ മദ്യപിച്ചിട്ടാണ് വന്നത്, അവരകറ്റിയെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവർ കുറ്റ്യാടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്ക് മതിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. രാത്രി അത് സംഭവം നടക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് ഇവരെങ്ങനെയൊക്കെയോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുകയും ചികിത്സ തേടുകയും ചെയ്ത സമയത്ത് ആദ്യം അവർ പറഞ്ഞു, എൻ്റെ ബാക്കിയുള്ള ചികിത്സ ഒന്നും നടത്തണ്ട, ആദ്യം നിങ്ങൾ ചെയ്ത് എൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം എന്നെപ്പോലുള്ള ഒരു അബലയായ പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട എന്നെ മദ്യപാനിയാക്കി ചിത്രീകരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതിനുള്ള സത്യം തെളിയണം എന്ന് പറഞ്ഞിട്ട് ആ രേഖ കയ്യിൽ വെച്ചതിന് ശേഷമാണ് അവർ ചികിത്സക്ക് തയ്യാറായത്. മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയുള്ള പൊതുസമൂഹവും അവിടെയുള്ള പൊതുപ്രവർത്തകരും ഇവരെ ശ്രദ്ധിക്കണമായിരുന്നു, അവർക്ക് സഹായം ചെയ്യണമായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ADM വിഷയത്തിൽ ഇടപെടുകയും ചാനൽ നമ്മുടെ സുഹൃത്തിൻ്റെ ചാനൽ വരികയും ചാനലുകൾ ആളുകളൊക്കെ സംസാരിക്കുകയും വാർത്ത വരികയും ചെയ്ത സമയത്താണ് ഇതിനൊരു കൃത്യമായ ഇടപെടലുകൾ തുടങ്ങിയത്. അങ്ങനെ ജില്ലാ പട്ടികജാതി വകുപ്പ് ഓഫീസർ അവിടെ പോയി, അതേ തന്നെ പ്രൊമോട്ടർമാർ, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പോയി. അതേപോലെ തന്നെ ഇപ്പം നാദാപുരം DYSP ആണ് ആ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം സംഭവ സ്ഥലത്ത് പോയി ഈ സ്ത്രീയുടെ മൊഴി എടുത്തു. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി
ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടി. ആദ്യ റിപ്പോർട്ട് ഇവർ കൊടുത്തത് മന്ത്രിക്ക് തൃപ്തമാകാത്തത് കൊണ്ട് വീണ്ടും റിപ്പോർട്ട് തേടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ പോലീസും മറ്റുള്ള ആളുകളും പറയുന്നത് ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് ഞങ്ങൾ പഞ്ചായത്ത് പറഞ്ഞ് തീർത്തു എന്നാണ്. പക്ഷേ ഈ ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാ പഞ്ചായത്ത് പറഞ്ഞ് തീർക്കുക എന്നുള്ളൊരു ചോദ്യമാണ് മന്ത്രി ചോദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കൃത്യമായിട്ടുള്ള ഒരു നടപടിയും FIR ഇടുകയും അന്വേഷണങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ദളിത് യുവതിക്ക് വന്ന ഒരു ആക്രമണം നമുക്ക് സമൂഹത്തിനെ നെട്ടിക്കുന്ന രീതിയിലാണ്. അവരെ സഹായിക്കാൻ ആളുകൾ മുമ്പോട്ട് വരണമായിരുന്നു എന്നാണ് ആ വിഷയത്തിൽ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും വളരെ ക്രൂരമായ അതിക്രമമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ജിഷ്മ പറയുന്നത്. യുവതിയുടെ കാലിനടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ആ യുവതി പറയുന്നത് വളരെ ക്രൂരമായ രീതിയിൽ തനിക്ക് നേരെ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒത്തുതീർക്കുന്നതിന് വേണ്ടി ഊരുമുപ്പനടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ പരിശ്രമം ഉണ്ടായി എന്നുള്ളതും വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. ഇത് കേരളമാണ്. ഇത്തരത്തിൽ ക്രൂരമായ ഒരു അതിക്രമം ഒരു ആദിവാസി യുവതിക്ക് നേരെ ഉണ്ടായിട്ട് അത് പോലീസിൽ പരാതിപ്പെടുന്നതിന് പകരം അത് ഒത്തുതീർക്കുന്നതിന് വേണ്ടി ആളുകൾ ശ്രമിച്ചു എന്നുള്ളത് നമ്മെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒത്തുതീർപ്പായി എന്നുള്ള റിപ്പോർട്ടൊക്കെ തള്ളിക്കൊണ്ടാണ് മന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തേങ്ങാമോഷണം പോയതിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു യുവതിയെ മർദ്ദിക്കുക എന്നത്, തേങ്ങാമോഷണം പോയിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അതിന്റെ പേരിൽ ഒരു യുവതി, അതും ഒരു ആദിവാസി യുവതിയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമല്ല. കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ജിഷ്മയ്ക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.